ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി ആ ദൗത്യ സംഘത്തിലെ ഓരോരുത്തരും പ്രവർത്തിച്ചു. അതിന്റെ അവസാന ഫലം എന്നുകൂടി നമ്മൾ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഈശ്വർ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഒപ്പം നേവിയും NDRF-ഉം SDRF-ഉം ഒക്കെ ഈ തെരച്ചിൽ നടത്തുന്ന ആദ്യഘട്ട ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടങ്ങളിലെല്ലാം തന്നെ അവരാലാവുന്ന രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് എല്ലാ രീതിയിലും പരിശോധന നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോഴും ഈ പല ഘട്ടങ്ങളിലും ഈ ലോറിയുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മറ്റ് ലോഹഭാഗങ്ങളൊക്കെ കണ്ടെത്തുമ്പോഴൊക്കെയും നമ്മളത് അർജുന്റെ വാഹനത്തിൻ്റെതാകാം എന്ന ഒരു പ്രതീക്ഷയിൽ നിൽക്കും. അതിനപ്പുറത്തേക്ക് അതവിടെ മറ്റൊരു ഗ്യാസ് ടാങ്കറിൻ്റെതാണ്. ഏറ്റവും ഒടുവിൽ ഒരു ക്യാബിന്റെ ഭാഗം കിട്ടിയപ്പോൾ പോലും നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ പിന്നീട് അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നു. വാഹനങ്ങളുടെ എഞ്ചിൻ കിട്ടുന്നു. അപ്പോൾ ഈ ഷിരൂരിൽ നടന്ന ആ മണ്ണിടിച്ചിൽ എത്രത്തോളം വലിയ ദുരന്തമാണ്, ആഘാതമാണ് ഉണ്ടാക്കിയത് എന്ന കാര്യത്തിന്റെ വ്യക്തത കൂടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ അതിന്റെ ലോറി കണ്ടെത്തി ആ ക്യാബിൻ പൂർണ്ണമായും പുഴയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം മൃതദേഹ ഭാഗങ്ങൾ ഇപ്പോൾ ലോറിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ പല ആളുകളും ഈ ലോറി അതുപോലെ ഉണ്ടാകുമെന്ന തരത്തിലൊക്കെ പറഞ്ഞെങ്കിൽ പോലും സ്വാഭാവികമായും എന്ത് പ്രതീക്ഷിച്ചിരിക്കാനാണോ സാധ്യത, നമ്മൾ പല ഘട്ടങ്ങളിലും അത് പറഞ്ഞതാണ്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം വലിയ പാറക്കല്ലുകളും നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവാത്ത അത്രയും വെയിറ്റുള്ള മണ്ണും ഒക്കെ വന്ന് വീണ് ആ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല 12 അടിയോളം താഴ്ചയിലേക്ക് ലോറി പോയി എന്ന് പറയുമ്പോൾ അത്രയും ഉയരത്തിൽ അതിന് മുകളിൽ മണ്ണുണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആ ദൗത്യം, ഒന്നാമത്തെ കാര്യം, മലയാളികൾ ഒറ്റക്കെട്ടായി ഈ ഒരു ആവശ്യത്തിനൊപ്പം, അതായത് അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അന്തിമമായ വിവരം കണ്ടെത്തണം എന്ന ഒരു ആവശ്യത്തിനൊപ്പം നിൽക്കുകയും നിരന്തരം അതിനുവേണ്ടി പറയും. മലയാളികൾ ഇത്രയധികം വിഷമത്തോടെ അതോടൊപ്പം അതേപോലെ പ്രാർത്ഥനയോടെയും കാത്തിരുന്ന ഒരു കാര്യം വേറെ ഇല്ലെന്ന് പറയാം. അർജുൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പോലും ഞാൻ ഒരു കമൻറ്റ് കണ്ട്, മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നുണ്ട്, അർജുൻ വേറെ എവിടെയെങ്കിലും പുഴയിൽ പോയിട്ടിട്ട് അവിടെ നിന്ന് എവിടെയെങ്കിലും കരയിലടിഞ്ഞ് അങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവാം എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്ന് ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. വേറൊരു ചാനലിൽ കണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അതുപോലെ ഒരു ചിന്തയാണ് ഏകദേശം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നത്. അർജുൻ മരിച്ചു എന്നുള്ളത് നമുക്ക് അങ്ങോട്ടൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത പോലെയാണ്. പിന്നെ ഇപ്പോൾ 72 ദിവസമായി. എന്താണേലും ലോറിയെല്ലാം ആകെ ചതഞ്ഞറിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ മൃതദേഹമുണ്ട്. ആകെ വല്ലാതെ ചീഞ്ഞഴുകിയ നിലയിലാണ്. 72 ദിവസം കഴിഞ്ഞില്ലേ, അപ്പോഴത്തേക്കിന് ഈ ഒരു ഇതാവുമല്ലോ. പ്രതീക്ഷ പോലും ലാസ്റ്റ് നമുക്ക് ലോറി കണ്ടെത്താനോ ലോറിയുടെ ഒരു അംശം കണ്ടെത്താൻ പോലും പറ്റുമെന്നൊരു പ്രതീക്ഷ പോലും ലാസ്റ്റ് ഇല്ലായിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും ആ ഗംഗാവാലി പുഴ ഇപ്പോൾ വളരെ ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തെരച്ചിലൊക്കെ അവർക്ക് അവിടെ എളുപ്പമായി. ഇപ്പം അർജുൻ്റെ വീട്ടിൽ നിന്ന് സഹോദരി ഭർത്താവ് അവിടെ ഉള്ളത്. ഇനി മൃതദേഹം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഉള്ള പരിശോധനയൊക്കെ ആയിട്ട് പോസ്റ്റ്മോർട്ടം അതൊക്കെ ചെയ്യണമായിരിക്കും. അപ്പോൾ എന്താണേലും അർജുൻ്റെ കാര്യം നമ്മളുടെ ഈ അടുത്ത് മലയാളികളുടെ മനസ്സിനെ ഇത്രയധികം വേദനിപ്പിച്ച ഒരു കാര്യമില്ല. എന്താണെങ്കിലും ഇപ്പം സാഡ് ന്യൂസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു എൻഡ്, അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയാതെ ഇങ്ങനെയുള്ള ഒരു അതിൻ്റെ എൻഡ് കിട്ടും, മൃതദേഹം കിട്ടുക എന്നുള്ളത് ഇപ്പം ഒരു ആശ്വാസമായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ആദ്യം കുറേ നാൾ നമ്മൾ ജീവനോടെ ഉണ്ടാകും. ആ ക്യാബിനുള്ളിലൊന്നും ഒരല്പം പോലും ഓക്സിജൻ ഇല്ലായിരുന്നെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു, ഓക്സിജൻ ഉണ്ടാവാം, ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഓക്സിജൻ ഉണ്ടാവാം, ഫുഡ് ഉണ്ടാകാം. അപ്പോൾ കരയിലായിരിക്കുമല്ലോ, അപ്പോൾ കരയിൽ മണ്ണായിരിക്കുമല്ലോ പുറത്ത് വീണിക്കുക ലോറിയുടെ എന്ന്. അതിന് പകരം ലോറി മണ്ണും കല്ലും എല്ലാം കൂടെ ലോറിയുടെ മുകളിൽ വീണ് ലോറി പുഴയിൽ എത്തി. അതിൻ്റെ മുകളിൽ പിന്നെ മണ്ണും എടുത്തിട്ട് അത്രമേൽ താഴോട്ട് പോയി. അന്ന് നമ്മൾ കരുതിയ പോലെ ഒന്നും അല്ല സത്യം എന്നുള്ളത് പിന്നെ അങ്ങോട്ട് പോകെ മനസ്സിലായി. പക്ഷേ അപ്പം അത്രയും അടിയൊഴുക്ക് ഭയങ്കര. അന്ന് ഈശ്വർ മാൽപ്പയെ പോലും പോയിട്ട് വെള്ളത്തിൽ ഒഴുക്കിപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് സംഭവം ഇപ്പം ഇതായി. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ സംഭവം വരാൻ പോകുന്നത് നമുക്ക് മനസ്സിലായി. അത് തന്നെ ഇപ്പം മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അവർ വീട്ടിലുള്ളവരാരും ഷിരൂരിലേക്ക് പോകുന്നില്ല. സഹോദരി ഭർത്താവ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.